കൃഷിയെ നെഞ്ചോട് ചേർത്ത് മണ്ണിൽ പൊന്നു വിളയിച്ച് കുറ്റൂർ കൂവപ്പയിലെ പി സരോജിനി എന്ന കർഷക. തന്റെ ഒരേക്കർ കൃഷിഭൂമിയിൽ വൈവിധ്യമാർന്ന വിളകളാണ് സരോജിനി തന്റെ അധ്വാനത്താൽ വിളയിച്ചെടുക്കുന്നത്. പ്രായം തളർത്താത്ത ആവേശവുമായി മണ്ണിൽ വിസ്മയം തീർക്കുകയാണ് കുറ്റൂർ കൂവപ്പ സ്വദേശിനി പി സരോജിനി. 10ാം വയസ്സിൽ തുടങ്ങിയ കൃഷിയോടുള്ള അഭിനിവേശം വാർദ്ധക്യത്തിലും തെല്ലും കുറയാതെ ഒരു ജീവിതചര്യയായി ഇവർ കൊണ്ടുനടക്കുകയാണ്. തന്റെ ഒരേക്കർ കൃഷിഭൂമിയിൽ വൈവിധ്യമാർന്ന വിളകളാണ് സരോജിനി വിളയിക്കുന്നത്. പച്ചക്കറി ഇനങ്ങളായ വെള്ളരി, കുമ്പളം, തണ്ണിമത്തൻ, പച്ചമുളക്, പയർ, പാവൽ എന്നിവയാൽ സമ്പന്നമാണ് ഇവരുടെ കൃഷിയിടം. ഇതിനു പുറമെ ഒരേക്കറോളം സ്ഥലത്ത് നെൽകൃഷിയും വിവിധ സുഗന്ധവിളകളും ഇവർ കൃഷി ചെയ്തു വരുന്നു. തെങ്ങ്, കമുക്, കുരുമുളക്, നേന്ത്രവാഴ എന്നിവയും ഇവരുടെ കൃഷിയിടത്തിലെ പ്രധാന വിളകളാണ്. പരമ്പരാഗത കൃഷിക്കൊപ്പം പുതുമയുള്ള പദ്ധതികളിലും സരോജിനി പങ്കാളിയാകുന്നു. 2024-25 വർഷത്തെ ഔഷധഗ്രാമം പദ്ധതി പ്രകാരം 50 സെന്റ് സ്ഥലത്ത് സരോജിനി കുറുന്തോട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷിവകുപ്പിന്റെയും ജനകീയാസൂത്രണ പദ്ധതിയുടെയും സബ്സിഡി ആനുകൂല്യങ്ങളും ഈ കർഷകയ്ക്ക് തുണയാകുന്നുണ്ട്. വിളവെടുക്കുന്ന പച്ചക്കറികൾ കുടുംബശ്രീ ചന്തകൾ വഴിയും പ്രാദേശിക വിപണികൾ വഴിയുമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓണക്കാലത്ത് കൃഷിഭവൻ ഒരുക്കുന്ന ഓണച്ചന്തകളിലെ സജീവ സാന്നിധ്യമാണ് സരോജിനിയുടെ ഉൽപ്പന്നങ്ങൾ. കൃഷിയിലെ ഈ അർപ്പണബോധം പരിഗണിച്ച് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച കർഷകയായി സരോജിനിയെ ആദരിച്ചിട്ടുണ്ട്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കൂവപ്പ എന്ന സ്ഥലത്ത് ഉള്ള കർഷകയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സരോജിനി ചേച്ചി, സരോജിനി പി. ഇദ്ദേഹം കൂടെ പറയണ്ടായി, അവർ ചെറുപ്പകാലത്ത് തൊട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയ കർഷകയാണ്. തന്റെ 75ാമത്തെ വയസ്സ് വരെ ഇപ്പോൾ കൃഷിയിൽ തന്നെയാണ്. കൃഷി കൊണ്ട് തന്നെ ഉപജീവനം നടത്തുന്ന ഒരു കർഷകയാണ്. എൻ്റെ അമ്മയുടെ കൂടെ 10ാം വയസ്സിൽ കൃഷി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലെ എല്ലാ കൃഷിയും എന്ന് പറഞ്ഞാൽ ആദ്യം പനക്കൃഷിയാണ്. പനക്കൃഷി, നെൽകൃഷി എല്ലാം, നേരം തോര, ചാമ, മുത്താറി ഇങ്ങനെയുള്ളത് എല്ലാം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം വരെയും ഞാൻ ആ സൈസിലുള്ളത് എൻ്റെ ഒരു സ്ഥലത്ത് അതും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പവും എല്ലാം ഈ കൃഷി നടത്തി. കൃഷിയിൽ നിന്ന് അകന്നു പോകുന്ന പുതുതലമുറയ്ക്ക് വലിയൊരു ആവേശവും പ്രചോദനവുമാണ് സരോജിനി ചേച്ചിയുടെ ഈ ജീവിതം. സരോജിനിയുടെ ഈ നിശ്ചയദാർഢ്യം നാടിന് തന്നെ അഭിമാനമായി മാറുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.